തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വയറ്റിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ പിഴവിൽ യുവതിക്ക് നഷ്ടമായത് 9 വിരലുകൾ. അണുബാധയെ തുടർന്ന് 31-കാരിയായ നീതുവിന്റെ ഇടതുകാലിലെ 5ഉം ഇടതുകൈയിലെ 4 വിരലുകളുമാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. നീതുവിന്റെ ഭർത്താവിന്റെ പരാതിയിൽ ആശുപത്രിക്കെതിരെ കഴക്കൂട്ടം പോലീസ് കേസെടുത്തു. കഴക്കൂട്ടത്തെ ടെക്നോ പാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ നീതു അടിവയറ്റിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ ചെയ്തത് കഴിഞ്ഞ ഫെബ്രുവരി 22-ന്. ശസ്ത്രക്രിയയ്ക്ക് തൊട്ടു പിന്നാലെ യുവതിക്ക് ശാരീരിക ബുദ്ധിമുട്ട് തുടങ്ങി. വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്ത് കിടന്ന് ഉറങ്ങി ഉച്ചയ്ക്ക് ആഹാരം കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആഹാരം കൊടുത്ത് അത് കഴിച്ച് കുറച്ച് ഒരു അരമണിക്കൂർ ആയപ്പോഴത്തേക്ക് അത് അതേപോലെ ഛർദ്ദിക്കുകയും എനിക്ക് ഇരുത്തിയപ്പോൾ തന്നെ ഭയങ്കര തല ഇറക്കിയത്. അപ്പം ഞാൻ ആദ്യം കരുതി കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയതിൻ്റെ ക്ഷീണമായിരിക്കും. അപ്പോൾ ഈ ഛർദ്ദിക്കുക ചെയ്തപ്പോഴേക്ക് ഞാൻ ഡോക്ടറിനെ വിളിച്ചായിരുന്നു. അവിടുത്തെ ക്ലിനിക്കിലെ ഡോക്ടറിനെ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് ചോദിച്ചായിരുന്നു. പുള്ളിക്കാരിക്ക് മറ്റേ ബ്ലഡ് ലോസ് ഉണ്ടായതുകൊണ്ടുള്ളതായിരിക്കും, നിങ്ങൾ കഞ്ഞിവെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ പറഞ്ഞായിരുന്നു. 24-ന് നീതുവിനെ വീണ്ടും കോസ്മെറ്റിക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അണുബാധ തിരിച്ചറിഞ്ഞ ആശുപത്രി അധികൃതർ യുവതിയെ ചാക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ചികിത്സാ പിഴവ് മറച്ചുവെക്കാൻ ശ്രമം നടന്നുവെന്നാണ് കുടുംബം പറയുന്നത്. ഇവിടെ ഇതിന് ഫെസിലിറ്റി ഇല്ല, വേറെ ഒരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലോട്ട് നമുക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്, പെട്ടെന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ ഒരു 10-15 മിനിറ്റിൽ അവിടെ എത്തുന്ന ടൈം ആയപ്പോഴത്തേക്ക് അവർ ഒരു ഇന്നോവ കാറിൽ പുള്ളിക്കാരിയെ ഇരുത്തിക്കൊണ്ട് അവർ അവിടുന്ന് പുറപ്പെടാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അനന്തപുരിയിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. അപ്പോൾ അനന്തപുരിയെ കാട്ടി നിയർ ബൈ ആയിട്ടുള്ളതാണ് നമുക്ക് കിംസ് ഹോസ്പിറ്റൽ. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ കൊണ്ടുവരുന്നത് എന്തെന്ന് എനിക്കതിലും ഒരു എതിർ അഭിപ്രായം പറയാനോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. വയറ്റിലെ കൊഴുപ്പ് നീക്കം ചെയ്ത ഭാഗത്ത് മുറിവുണങ്ങാത്തതോടെ നീതു വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടത്. ഈ ഭാഗത്ത് തൊലി വെച്ച് പിടിപ്പിച്ചു. വയറ്റിൽ ആ സർജറി ചെയ്തപ്പോൾ വയറിലെ മൊത്തത്തിലുള്ള അവിടെയുള്ള സ്കിന്നെല്ലാം നശിച്ചു പോയായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് സ്കിന്നില്ല. അപ്പോൾ അതൊരു വലിയൊരു മുറിവായിട്ടാണ് അതിരിക്കുന്നത്. ഇനി ലൈഫ് ലോങ് മൊത്തം എന്ന് പറയുന്നത് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ വൈഫിന് ഇരിക്കേണ്ടി വരുന്നു. അതേപോലെ കുട്ടികളെ അറിയാലും 2 കുട്ടികളാണ്, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ പെൺകുട്ടി മോളെ സ്കൂളിൽ എപ്പോഴും പോകുമ്പോഴേക്ക് വൈഫാണ് ഒരുക്കുന്നത്. ഇപ്പോൾ സെൽഫായിട്ട് വൈഫിന് ഒരു സ്വന്തം മുടി കെട്ടാൻ കൂടി പറ്റത്തുള്ളൂ. പരാതിക്ക് പിന്നാലെ ആശുപത്രിക്കും ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തു. ആശുപത്രിയുടെ പ്രവർത്തനവും നിർത്തിവെപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.